ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിറം ഡിസൈൻ്റെ സ്റ്റിച്ചിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ അംബ്രല്ല കട്ട് ഫ്രോക്ക് കട്ടിംഗ് ആണ് കാണിക്കുന്നത്. ഇതിനായിട്ട് 1 മീറ്റർ മെറ്റീരിയലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രോക്കിൻ്റെ ആദ്യം നമുക്ക് കട്ട് ചെയ്യുന്നത് ഫ്രോക്കിൻ്റെ സ്കർട്ടിൽ വരുന്ന ഭാഗമാണ്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ തുണി ഫോൾഡ് ചെയ്ത തുണിയാണ്, അത് ഇതുപോലെ ഒന്ന് മടക്കി ഇട്ട് കൊടുക്കാം. ഇതിൽ വേസ്റ്റ് റൗണ്ട് 22 ഇഞ്ചാണ്. അപ്പോൾ നമുക്കതിൻ്റെ 4/1 വേണ്ടത്. അപ്പോൾ 5.5 ഇഞ്ച് എടുത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ 2 സൈഡും നമുക്ക് ഇത് ജോയിൻ്റാണ് വരുന്നതെങ്കിൽ തയ്യൽ തുമ്പിനും കൂടെ 1/2 ഇഞ്ച് വിട്ടിട്ട് 6 ഇഞ്ചായിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ ഇതിപ്പോൾ 5.5 ഇഞ്ച് എടുത്ത് എന്നിട്ട് ഇതുപോലെ മെഷർമെൻറ്റ് ടേപ്പ് മുകളിൽ വെച്ചിട്ട് അതിൽ ഈ പോയിൻ്റ് എവിടെയാണോ വരുന്നത് ആ പോയിൻ്റ് അടയാളപ്പെടുത്തുക. എന്നിട്ട് അതേ അളവ് എല്ലാത്തിലും ചുറ്റി ആ റൗണ്ട് ചുറ്റി വരുന്നതിൽ അടയാളപ്പെടുത്തുക. എന്നിട്ട് അത് വരച്ചിട്ടാണ് നമ്മുടെ വേസ്റ്റ് റൗണ്ട് അതാണ് എടുക്കുന്നത്. ഇതുപോലെ വരച്ചെടുക്കുക. ഇനി ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. ഇനി സ്കർട്ടിൻ്റെ ലെങ്ത് വന്നിട്ട് 13 ഇഞ്ചായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് ഫുള്ള് നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് 15 എടുക്കുന്നതെങ്കിൽ ബാക്കി നമുക്ക് ജോയിൻ്റ് ഇടേണ്ടി വരും. അത് വേറൊരു വീഡിയോയിൽ അതെങ്ങനെയാണെന്ന് കാണിക്കാം. ഇതിപ്പോൾ 13 ഇഞ്ച് എടുത്തിട്ടുണ്ട്, ഫുള്ളായിട്ട് എടുത്തിരിക്കുകയാണ്. ഇവിടെ വരെ വരുമ്പോഴത്തേക്കും ഫുള്ളാവും. അപ്പോൾ പിന്നെ അത് തയ്യൽ തുമ്പൊന്നും ഇടുന്നില്ല, മൊത്തം 13 ഇഞ്ച് എടുത്ത് റൗണ്ട് ചെയ്ത് വരയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്യാം. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. ഇനി വേസ്റ്റിൻ്റെ ഭാഗം കൂടെ കട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ ബാക്കി പീസിലാണ് നമുക്ക് ബോഡി പാർട്ടും കൂടെ കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് എടുക്കുക. ആദ്യത്തെ ഒരു പീസ് അടിയിലിട്ടു, അടുത്ത മുകളിൽ ഒരു പീസ് ഇടുക. അപ്പോൾ നമുക്ക് ആദ്യം ഒരു മാർജിൻ കൊടുക്കാം. അതിനുശേഷം ഷോൾഡർ വന്നിട്ട് 4ഉം നെക്ക് വിഡ്ത്ത് വന്നിട്ട് 2 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ നെക്ക് ഡ്രോപ്പ് 2.5, ഇവിടുന്ന് 2.5 മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഫ്രണ്ട് നെക്ക് 2.5യും ബാക്ക് 2ഉമാണ്. അപ്പോൾ രണ്ടും ഒരേ ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കത് വരച്ചെടുക്കാം. ഇതുപോലെ ഷേപ്പ് ചെയ്ത് റൗണ്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആം ഹോള് 4.5 ആം ഹോള്, ചെസ്റ്റ് വന്നിട്ട് 6 ഇഞ്ച് നമുക്കത് വരയ്ക്കാം. ആം ഹോള് റൗണ്ട് ചെയ്ത് വരയ്ക്കണം. ബോഡി ലെങ്ത് വന്നിട്ട് അതായത് യോക്ക് പീസ് വന്നിട്ട് 10 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യുക. ഇനി വേസ്റ്റ് റൗണ്ട് എടുക്കുമ്പോൾ ചെസ്റ്റിൻ്റെ 1/2 ഇഞ്ച് കുറച്ചെടുക്കുക. ചെസ്റ്റ് 6 എടുത്തു, അപ്പോൾ ഇവിടെ 5.5 എടുത്ത് മാർക്ക് ചെയ്ത് നമുക്ക് ജോയിൻ്റ് ചെയ്യാം. ഇവിടുന്ന് ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് ഒരു 4 ഇഞ്ച് മുകളിലോട്ട് ഷേപ്പാക്കി വരയ്ക്കുക. വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ 1/2 ഇഞ്ചും അതുപോലെ ചെസ്റ്റിൻ്റെ അവിടെ 1.5 ഇഞ്ച്, വേസ്റ്റിൻ്റെ അവിടെ 1 ഇഞ്ച് അങ്ങനെ വെച്ചിട്ട് തയ്യൽ തുമ്പ് കൊടുക്കാം. മുകളിൽ ഇവിടെ 1/2 ഇഞ്ച് നമുക്ക് വിട്ട് ഇവിടെ കൈക്കുഴിയുടെ അവിടെയൊക്കെ 1/2 ഇഞ്ച് വെച്ചിട്ട് കൊടുത്താൽ മതി. 1/2 ഇഞ്ച് വേണ്ട, 4 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്താൽ മതി. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ഇനി നെക്ക് കട്ട് ചെയ്യുമ്പോൾ ബാക്ക് നെക്ക് ആദ്യം കട്ട് ചെയ്യുക. അപ്പോൾ 2 പീസിലും കൂടെ കട്ടിങ് വീഴുമല്ലോ, ഇതുപോലെ കട്ട് ചെയ്യുക. ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിലത്തെ പീസ് മാത്രം എടുത്ത് നെക്ക് കട്ട് ചെയ്യുക.